ഈശ്വരഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ ടിവിയുടെ നല്ല മാതൃക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പരീക്കണ്ണി ഇടവകയിലെ വടക്കേൽ എന്ന ഭവനത്തിലാണ്. ഇപ്പോൾ 73-ാം വയസ്സിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ഒരു നല്ല മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ചെറുചെറുക്കുള്ള അമ്മച്ചിയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. അമ്മച്ചിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് അച്ചടിച്ച ബൈബിളല്ല, അമ്മച്ചിയുടെ കൈപ്പട കൊണ്ട് എഴുതിയ ഒരു 2 ബൈബിളാണുള്ളത്, ഇംഗ്ലീഷിലും മലയാളത്തിലും. അമ്മച്ചിയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം. അമ്മച്ചി, എപ്പോഴാണ് ഇങ്ങനെ എഴുതണമെന്നൊരു ആഗ്രഹം മനസ്സിലുദിച്ചത്? എനിക്ക് മാതൃവേദിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ബൈബിൾ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എഴുതുമായിരുന്നു. പിന്നെ ഈ ഏതോ ഒരു രൂപത്തിൽ ഈ ബൈബിള് ഒരാൾ സമ്പൂർണ്ണ ബൈബിൾ എഴുതിയെന്നിങ്ങനെ ശാലോമിൽ പറയുന്നത് ഞാൻ കേട്ടു. പ്രചോദനമായിട്ട് മാറി. അപ്പൊ എന്റെ ഇപ്പൊ ഇത് പറയാൻ ഇളയ മോൻ എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അപ്പൊ എനിക്കും ഒന്ന് ബൈബിൾ ഒന്ന് എഴുതിയാലോന്ന് തോന്നുന്നുണ്ടല്ലോ. ഇളയ മോൻ എല്ലാത്തിനും പുള്ളിയാണ്, എല്ലാ കാര്യത്തിനും. എന്ന് പറഞ്ഞു അവനെ അമ്മച്ചിക്ക് എഴുതാൻ മേലേന്ന് ചോദിച്ചു. അങ്ങനെ എഴുതാനായിട്ടൊന്ന് തുടങ്ങി. 2020 21 ആയപ്പോഴത്തേക്കും മലയാളം എഴുതി കഴിഞ്ഞു. ഇംഗ്ലീഷിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? അപ്പൊ മലയാളം എഴുതിയല്ലോ, എന്നാ ഇംഗ്ലീഷിലേക്ക് വേറെ ഭാഷകളിൽ കൂടെ ഇനി എഴുതാൻ ഒരു പ്രചോദനം ഉണ്ട് അമ്മച്ചിക്ക്? പ്രചോദനമുണ്ട്. ഹിന്ദിയിലേക്ക് കിടക്കണം. പുതിയ നിയമം മാത്രമേ ഉള്ളൂ, സമ്പൂർണ്ണ ബൈബിളായിട്ടില്ല. പുതിയ നിയമം എഴുതണമെന്നൊരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. ആഗ്രഹത്തില് ഇനി അമ്മച്ചിയുടെ ആഗ്രഹം നടക്കട്ടെ. ഏറ്റവും അടിപൊളിയായിട്ട് പല പല ഭാഷകളിലേക്ക് എഴുതാൻ സാധിക്കട്ടെ. 5 മക്കളുണ്ട്, കൊച്ചുമക്കള് ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തില് എങ്ങനെയായിരിക്കും അമ്മച്ചിയുടെ ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? ഏതൊക്കെ സമയങ്ങളിലായിരിക്കും അമ്മച്ചി ഈ ബൈബിൾ എഴുതാനായിട്ട് ഇരിക്കുന്നത്? ഞാൻ എപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരം 8-9 ആകുമ്പോൾ പ്രാർത്ഥന, അത് കഴിഞ്ഞുള്ള സമയത്താണ് ഞാൻ എഴുതുന്നത്. ഒരു 11-12 വരെ ഇരിക്കും. എഴുതുമ്പോൾ എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടില്ല. അതൊരു വലിയൊരു അനുഭവമാണ്. പിന്നെ 12 മണിയൊക്കെ ആകുമ്പോൾ ചില ദിവസം ഞാൻ 12 ആയില്ല ഇനി കിടന്നേക്കാന്നുള്ള ചിലത് ഞാൻ ഓരോ ഇന്ന ഭാഗം തീർക്കണോന്ന് ഓർത്ത് അത് തീർത്തേച്ച് ഒരു നിശ്ചയദാർഢ്യം അതിലുണ്ടായിരുന്നു എഴുതാനായിട്ട്. ഇന്നത് ഭാഗങ്ങൾ തീർത്തേച്ച് അവസാനിപ്പിച്ചങ്ങനെ അവസാനത്തെ ഈ ഒരാഴ്ച ഞാൻ ഒരു ദിവസം ലാസ്റ്റ് ദിവസത്തെ 3 മണിയായപ്പോഴാണ് കിടന്നത്. ബൈൻഡ് ചെയ്യാൻ കൊടുക്കണോന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവൻ പ്ലാൻ ഇട്ട് ഇങ്ങനെയെല്ലാം ചെയ്തത്. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം 3 മണിയായി കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് അത്ര. അതുകൊണ്ട് ലാസ്റ്റ് തീർന്നു. അങ്ങനെ ആ ഒരു 2 ആഴ്ച ഞാൻ പകലെഴുതി, അല്ലാത്ത സമയത്തൊന്നും പകലെഴുതിയിട്ടില്ല. അന്ന് കൊച്ചില്ലായിരുന്നു. കൊച്ചുള്ളപ്പം മുഴുവൻ പുള്ളി മിക്കാറും കിടന്നു. അങ്ങനെയാ ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുതുക എന്നുള്ളതാണ് ഒരു ഇഷ്ടം. അമ്മച്ചി, നമ്മൾ എഴുതുമ്പോൾ കുറേ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദൈവിക അനുഭവം അമ്മച്ചിക്ക് എഴുതുന്ന സമയത്ത് ഉണ്ടായതായിട്ട് അനുഭവപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അതാണ് എൻ്റെ മോൻ്റെ കല്യാണം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പൊ ഞാനൊരു വചനം എഴുതണം. 1000 പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും കല്യാണം നടക്കുന്നുണ്ട്. അപ്പൊ 990 നേരത്തെ അന്ന് ഉച്ചയ്ക്ക് കല്യാണം ഓർപ്പിച്ചു. വൈകുന്നേരം വന്ന് പൂർത്തിയാക്കുമായിരുന്നു. ആ 10 വാചകമുള്ളത് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ മനസ്സറിഞ്ഞ് അങ്ങനെ എഴുതി പൂർത്തിയായി നിർത്തിയതല്ലായിരുന്നു. നമ്മുടെ സാഹചര്യത്തിൽ അങ്ങോട്ട് രാത്രിയിലാണ് എല്ലാം എഴുതുന്നത്. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അതവിടെ വെച്ച് പോയി. അതുകൊണ്ട് അങ്ങനെ എഴുതി. അതെന്റെ ഒരു അനുഭവമായിട്ടുള്ളത്. അമ്മച്ചി സഭയോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ പരീക്കണ്ണി ഇടവകയിലെ മാതൃദീപ്തിയുടെ പ്രസിഡന്റ് ആണ് അല്ലേ? പിന്നെ ഫൊറോന ട്രഷറർ. അപ്പോൾ ഈ ബൈബിള് എഴുതുന്ന കൂട്ടത്തിൽ തന്നെ എങ്ങനെ പോകുന്നു സഭാപരമായ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് അമ്മച്ചിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ വലിയ പ്രവർത്തനമുണ്ട്. എല്ലാത്തിനും സജീവമായിട്ട് പോകണമെന്നുള്ള മനസ്സിന് എപ്പോഴും എനിക്ക് ഇപ്പോഴും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാ കാര്യത്തിനും ഞാൻ പോകാറുണ്ട്. എല്ലാത്തിനും ഏതിനും ഇവിടുന്ന് ഞാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് അതന്നെ ആക്റ്റീവായിട്ട് അങ്ങനെ പോകണം. അതിനുള്ള അങ്ങനെ താല്പര്യമുണ്ട്. എല്ലാ ദിവസവും പള്ളിയിലും പോയി പള്ളിയിൽ പോകണമെന്നും പ്രവർത്തനത്തിൽ എല്ലാ കാര്യത്തിലും
പുള്ളി എല്ലാ കാര്യത്തിനും ഇതുണ്ട്. ഈ പേപ്പേഴ്സ് ഒക്കെ ആരായിരിക്കും? ഇളയ മോനാണ് എല്ലാം വാങ്ങിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാത്തിനും എപ്പോഴും തീരുന്നതനുസരിച്ച് എപ്പോഴും അല്ല മനുഷ്യൻ ബണ്ടിലായിട്ട് മേടിച്ചോണ്ട് ഒരു തീരുമ്പോ പെട്ടെന്ന് മേടിച്ചില്ല. 3 പ്രാവശ്യം മറ്റോ 3 ബണ്ടിൽ പേപ്പർ മേടിച്ചു. മക്കള് പ്രോത്സാഹനമായിട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ചെറിയൊരു കുസൃതിയായിട്ട് വിചാരിച്ചാൽ മതി. കൊറേ പേനകൾ യൂസ് ചെയ്തിട്ടുണ്ടാവല്ലോ. എത്ര പേന ഏകദേശം? 100 മിച്ചം പേന യൂസ് ചെയ്തിട്ടുണ്ട്. അതുണ്ടോ കയ്യിലുണ്ട്? ഒന്ന് കാണിക്കാവോ? ഇത് സൂക്ഷിച്ച് ഇനി ഇതൊന്നും കളയണ്ട കേട്ടോ. ഞാനത് അവിടെ തന്നെ എഴുതുന്നതിന് അപ്പുറത്ത് ഒരു കവറിനകത്ത് ഇട്ട് അങ്ങനെ വെച്ചിരിക്കുന്നു. കളയാലോ എത്രയായി. എൻ്റെ ഒരു ആങ്ങളെയുണ്ട് ഇങ്ങനെ ബൈബിൾ മലയാളം ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അമ്മച്ചിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയതാണോ? ഞാൻ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പൊ അവരാങ്ങളെ നാത്തൂനും രണ്ടുപേരും എഴുതുന്നുണ്ട്. അമ്മച്ചിയുടെ ഒപ്പം ഇപ്പൊ ഉള്ളത് നമ്മുടെ ഈ ഭവനത്തിലെ കുടുംബങ്ങളാണ്. എല്ലാരും ഇല്ല. അമ്മച്ചി ഇവരെങ്ങനെയാണ് അമ്മച്ചിക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിന്നത്? എല്ലാരും സപ്പോർട്ടായിട്ടായിരുന്നു എഴുതുന്നത്. താല്പര്യമായിരുന്നു. അപ്പച്ചൻ എങ്ങനെയായിരുന്നു? പ്രോത്സാഹിപ്പിച്ചായിരുന്നു അമ്മച്ചീനൊക്കെ? ഹസ്ബൻഡിനായിരുന്നു ഒന്നുകൂടെ കുറച്ച് ആൾക്കാരൊക്കെ അറിയണം എന്നുള്ള താല്പര്യം അമ്മച്ചീന്. ഹസ്ബൻഡ് ഒന്നുകൂടെ അമ്മച്ചിയെ പ്രോത്സാഹിപ്പിച്ച് ഇനി ഇംഗ്ലീഷ് എഴുതാനാണെങ്കിലും അടുത്ത ഭാഷ ഏതാണെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി അമ്മച്ചി ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഹസ്ബൻഡ് ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്ത്. ഞങ്ങൾ പോകുമ്പോഴെല്ലാം ഇംഗ്ലീഷിന്റെ ബൈബിൾ ഇല്ലായിരുന്നു ഇവിടെ. അന്നേരം ഈ മലയാളം എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേർപ്പുങ്കപ്പള്ളി പോയി. ഒരു ദിവസം ഇവരുണ്ടായത് പാലായിലും മാർസ്ലീവ മെഡിസിറ്റിയിലും. അപ്പോൾ ഞങ്ങൾ പള്ളി കയറുന്ന സമയത്ത് ഇങ്ങനെ മറ്റേ നമ്മുടെ പള്ളിയോട് ചേർന്ന് നോക്കുമ്പോ ഈ ബൈബിൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം അവിടെ നിന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ മേടിക്കുന്നത് അങ്ങോട്ട്. അപ്പൊ അത് കഴിഞ്ഞ് ആ ബൈബിള് കൊണ്ടുവന്നപ്പോ ആ ബൈബിളിൽ എന്തോ ഒരു പ്രത്യേകത, ഈ ലെറ്റേഴ്സ് ഒക്കെ വേറെ എന്തോ രീതിയിലായിരുന്നേ. അപ്പൊ അമ്മച്ചിക്ക് അത് വായിച്ചപ്പോ വായിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഇംഗ്ലീഷ് ബൈബിള്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കോതമംഗലത്ത് പോയിട്ട് വേറൊരു ബൈബിള് ഇംഗ്ലീഷ് ബൈബിള് മേടിച്ചു. അല്ലെങ്കിൽ അമ്മച്ചി കുറച്ചുകൂടെ മുന്നേ എഴുതി തുടങ്ങേണ്ടതായിരുന്നു. അന്നേരം അച്ഛൻ ഏതാണ്ട് പറഞ്ഞില്ല ഇത് നമ്മുടെ അച്ഛനെ കാണിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ആ ബൈബിള് വേറെ നമ്മുടെ ഇംഗ്ലീഷ് അല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചുകൂടെ നേരത്തെ എഴുതി തുടങ്ങിയായിരുന്നു. ഹിന്ദി വാങ്ങിച്ചോ? ഹിന്ദി വാങ്ങിച്ച് നോക്കണോ? പുതിയ നിയമം മാത്രമേ എഴുതുന്നുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ ട്രൈ ചെയ്യുമ്പോൾ മറ്റതും കൂടെ എഴുതാനുള്ള ഒരു ഇത്. 73 വയസ്സ് നിറഞ്ഞു നിൽക്കുമ്പോഴും ഈ അമ്മച്ചി നമുക്കൊരു നല്ല മാതൃകയാണ്. ഈ മാതൃക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ.